നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒന്നും ഇല്ലെങ്കിൽ, എല്ലാ ഹൈക്കോടതിയും അല്ല, ചില ഹൈക്കോടതികൾ, സുപ്രീം കോടതി പലപ്പോഴും കുറച്ച് അനുഭാവപൂർവമായ നിലപാടെടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ മലയാളിയായ സിദ്ദിഖാപ്പൻ 2 വർഷത്തിന് ശേഷമാണെങ്കിലും വിഡ്ഢികൾക്ക് മാത്രം സങ്കല്പിക്കാവുന്ന ഒരു കേസിൽ 2 വർഷം അകത്ത് കിടന്ന ശേഷം പുറത്തു വരുന്നത്. ഇത് എന്ത് മണ്ടത്തരം കാണിച്ചാലും ഇത് തലയാട്ടാനും കൈയടിക്കാനും പോലീസും അത് ശരിയാണെന്ന് പറയാൻ കീഴ്ക്കോടതികളും ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇത് ചെയ്യുന്നത്. പിന്നെ സിദ്ധാർത്ഥ് വരദരാജനും അതുപോലെ തന്നെ കരൺ ഥാപ്പറും ചില്ലറ പാർട്ടികളൊന്നുമല്ല. ഈ കരൺ ഥാപ്പറാണ് പണ്ട് മോദിയെ, ഇപ്പോഴും മോദിക്ക് ആ മാധ്യമ ഇൻ്റർവ്യൂ ഓർക്കുമ്പോൾ മോദിക്ക് സങ്കടം വരും, കരച്ചിൽ വരും. ആ ഇൻ്റർവ്യൂ അതിഗംഭീരമാണ്. ആദ്യത്തെ ചോദ്യം മോദി കണ്ണുരുട്ടി, രണ്ടാമത്തെ ചോദ്യം മോദി അങ്ങ് ആകപ്പാടെ അങ്ങ് ഡസ്പായി, മൂന്നാമത്തെ ചോദ്യം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറഞ്ഞു, നാലാമത്തെ ചോദ്യം ഇറങ്ങിപ്പോയി. ഗുജറാത്ത് കലാപമല്ലേ ചോദ്യം? അതെ, പട്ടിക്കുഞ്ഞുങ്ങൾ വാഹനത്തിനടിയിൽപ്പെടും. അത് വേറൊരു ഇൻ്റർവ്യൂവിൽ. ഇത് ഇൻ്റർവ്യൂ തുടങ്ങി ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തീർന്നു. അന്ന് കിട്ടിയ അപമാനത്തിൻ്റെ തിരിച്ചടിയായിട്ട് മോദി കാത്തിരുന്നതാണോ എന്നറിയില്ല. 4 ചോദ്യം കൊണ്ട് കണ്ണുരുട്ടി കോപിച്ച് വെള്ളം കുടിച്ച് അവസാനം ഇറങ്ങിപ്പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സിദ്ധാർത്ഥ വരദരാജനെയും അതുപോലെ തന്നെ കരൺ ഥാപ്പറിനെയും മറക്കുമെന്ന് വിചാരിച്ചോ? ഇല്ല.